അയ്യേ ഇതെനിക്കെന്തിനാ? ഓൻ്റെ ഒക്കെ ഒരു കാര്യം. റായിസപ്പന്നിക്ക് പറയടോ. എന്താവാണ്ട് ഓള് ഇതുവരെ വന്നിട്ടില്ലാന്ന്. ഏയ് അതൊന്നുമില്ല. ഓക്കെന്ത് വയറ്റിലുണ്ടാവണോ അന്ന് നമ്മൾ സ്ഥലം വിടും. ഇജ്ജെന്തിനാ വിളിക്കണേ? ഇനി വിളിക്കുന്നു വേണ്ട. അവള് വന്നാണ്. മനം പിരുന്നു വന്നു തിങ്കൾ തുറന്നു ജാലകങ്ങൾ നിറഞ്ഞു താരകങ്ങൾ ആയിരം കൈകളിൽ പൂമലർ ചെണ്ടുമായി ഈരവിലീറന്നുകിൽ നീന്തുമീ വെണ്ണില പൊയ്കയിൽ നീനോടുമീ കண்കളിൽ മിന്നുമീ കൊഞ്ചലിൻ നാളമായി മേഘമായി വരൂ ചാരനീ വരൂ മേഘമായി വരൂ ചാരനീ. എന്താ എന്തായിക്ക? അല്ലിക്ക നിങ്ങൾ ഉറങ്ങിയില്ലേ? തടപ്പിപ്പ് കിടക്കണ്ടി. എന്തേ വൈകിയേ? ഞാൻ ഓരെല്ലാരും പരിചയപ്പെടേനു. കെട്ടിയോനെ ഒറ്റക്കെടുത്തിട്ടാണ്ടി ബാക്കിയുള്ളവരെ പരിചയപ്പെടാൻ പോന്നെ. പാല് ഇല്ലേ? ഇക്കാക്ക് ഇപ്പം പാല് കുടിക്കുന്ന ശീലണ്ടാ? ശീലമില്ല, പാലാണല്ലോ ഈ ആദിരാത്രിന്റെ. എന്നാ ഞാൻ ഉമ്മേന്റെ അടുത്ത് ചോദിച്ചിട്ട് വരാ. എന്റെ സങ്കല്പങ്ങള് തെറ്റുന്നുണ്ടാ? പറയടോ. ഒന്നായിട്ടില്ലടോ. അനക്കത്ര മുട്ടനെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കടാ പന്നി. ഇനി നീ വിളിക്കണട്ടാ. ഓന്റെ ഒക്കെ ഒരു കടി. ഇച്ചാതി സാധനങ്ങൾ. പാല് നല്ല പാല്. അതും നിടോട്ട് കളിക്കതാ. നിടോക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാ? ഇജെവിടെ എന്താക്ക? ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയതേനു. അല്ലക്ക, നിങ്ങൾ നാളെ സുബൈക്ക് എണീക്കോ? എനിക്കും, പക്ഷേ നാളെ വേണ്ട. നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? ഉപ്പയമ്മ എണീക്കോ? ഓരൊക്കെ എണീക്കും. ആരും എണീക്കൂലെങ്കിൽ പിന്നെ ഞാനായിട്ട് എണീക്കണ്ടല്ലോ, അത് കരുതി ചോദിച്ചാ.
ശരിയാവൂല. അനക്കൊരു കാര്യം അറിയൂ, ഉം. ഞാനൊരിത്തിരി സ്ട്രിക്റ്റാ. ഒന്ന് പോക്ക, തമാശ പറയല്ലേ. നിങ്ങളെ കണ്ടറിഞ്ഞൂടെ ഒരു പാവാന്ന് ഇത്ത എന്നോട് പറഞ്ഞു. അത്ര പാവൊന്നല്ല, ഞാനൊരു പാമ്പിനെ അടിച്ച് കൊന്നിട്ടുണ്ട്. ഇതപ്പോ അത്ര വലിയ കാര്യായേ? എന്റെ വല്യമ്മ കുത്തിപ്പിടിച്ച് നടക്കണ വടികൊണ്ടാ ഒരു വലിയ മൂർഖനെ കൊന്നിട്ടുള്ള. എന്റെ വല്യമ്മാന്റെ ഒരു വടി. എന്നാ നമുക്ക് കിടക്കാലേ? ഞാൻ ദിക്കാനോട് പറയായിരിക്കേനു, വല്ലാത്ത ക്ഷീണം, ഓർക്കം വന്നിട്ട് പാടില്ല. നമുക്കപ്പൊ കിടക്കാല്ലേ? അല്ല ഇക്ക, വല്യമ്മ പാനൂർ പള്ളിക്ക് നേർന്നിട്ടുണ്ട്. അതിനെന്താ, നമുക്ക് പോവാലോ. അതല്ലിക്ക, അവിടെ പോയി വന്നാലേ നിക്കാഹ് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റൂ. അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ല എന്റെ അമ്മ. അല്ലിക്ക, ഉമ്മക്ക് വേണ്ടിട്ടല്ലേ, എന്റെ ഇക്കാക്കും കൂടി വേണ്ടിട്ടല്ലേ. അങ്ങനെ വിട്ടാ പറ്റൂല. ഇക്ക, ഉറങ്ങുമ്പോ എന്നെ തൊടരുത്, ഞാൻ അറിയാണ്ട് ചവിട്ടിപ്പോവും. ഞാൻ വെറുതെ പറയല്ലാട്ടോ. ഇന്ന് മുന്നേ എന്നെ വല്യമ്മ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ ചവിട്ടി താഴെട്ടിനു, കയ്യും പൊട്ടിയതാ. അതാ ഇതൊരു മറ്റൊരു പരിപാടി. അന്റെ ഉമ്മുമ്മാന്റെ മയ്യത്ത്. എന്താക്കാ? ഒന്നുമില്ല. അല്ല, അന്റെ ഉമ്മുമ്മാന്റെ ആ പള്ളി എവിടെയെന്നാ പറഞ്ഞേ? ഇക്ക എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോവാ. ഞങ്ങൾ 5 വർഷമായി പ്രേമത്തിലേനു. എന്നാ പിന്നെ കല്യാണത്തിന് മുന്നേ പോയിക്കൂടേനു നിക്കാക്ക് തോന്നും. ഓന് പണിയൊന്നും ഇല്ലക്ക, അതൊന്നും ജീവിക്കാൻ കാശ് വേണ്ടേ? എന്റെ ഉപ്പ തന്ന പൊന്നു, ഇക്ക തന്ന 10 പവൻ മേറും കൊണ്ടാ ഞാൻ പോണേ. ഇക്ക വിഷമിക്കരുത് കേട്ടോ, ഇക്കാനെ എനിക്ക് ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ചിലപ്പോ ഞാൻ ഓനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇക്കാനെ തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. എന്തായാലും ഇക്ക ഇനി ഒരു 6 മാസത്തേക്ക് വേറെ നിക്കാവൊന്നും കഴിക്കണ്ട. ഓന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണേല് ഞാൻ ഇക്കാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇക്ക എന്നെ സ്വീകരിക്കില്ലേ എന്ന് സ്വന്തം. കണ്ട നിങ്ങള്, ഓള് പോയി, കത്തെഴുതിച്ചിട്ട് ഓള് പോയി. എന്തായിരുന്നു 10 എന്റെ മേറ് കൊടുത്തിക്കില്ലേ, മോശാത്രേ. ബാക്കിയുള്ള ദുബൈയില് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ, സമാധാനമായില്ല നിങ്ങക്ക്. എന്നിട്ട് ഓള് പറയാം 6 മാസത്തേക്ക് വരെ നിക്കാവൊന്നും കഴിക്കണ്ടാന്ന്. 6 മാസം പോയിട്ട് 6 കൊല്ലത്തേക്ക് വരെ നിക്കാ വയ്ക്കാൻ പറ്റും നിനക്ക്?
ഇജ്ജെന്താ പറഞ്ഞ? ബിരിയാണി കൊടുത്താ മോശാത്രേ, പോത്ത് പുഡിങ് ഐസ്ക്രീം, സമാധാനമല്ല എനിക്ക്. ഇജ്ജ് കൊണ്ട് നാലോനല്ലത്. ചായ എന്ത് ചായ? അല്ല മോനെ, നീ എന്താ വിചാരിച്ചേ അനക്ക് മാത്രമേ പറ്റിക്കാൻ അറിയാവുന്ന? എന്റെ കല്യാണത്തിന് ഈ എനിക്കൊരു പണി തന്നല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ ക്രെഡിറ്റ് പുതിയ പെണ്ണിനാ. ഓള് തകർത്ത് അഭിനയിച്ചില്ലേ? നീ എല്ലാവർക്കും പണി കൊടുക്കുന്ന ആളല്ലേ, അതിലൊന്ന് തിരിച്ചു കിട്ടി എന്ന് കരുതിയാ മതി. ഇനി എല്ലാരും ഒന്ന് ഇറങ്ങിക്കേ. പുയ്യാപ്പിളേക്കും പെണ്ണിനെ എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞിരിക്കാൻ കാണാം. ഇറങ്ങടി, നിന്നോട് പ്രത്യേകം പറയണോ? ഇറങ്ങ. വാതില് അടക്കി, അടക്കി, ഇങ്ങോട്ട് വാ. പല്ല് വെച്ചിട്ടില്ല അല്ലേ? പല്ലൊക്കെ നാളത്തേക്ക് ഇങ്ങോട്ട് വന്നേ.